Hi all, welcome to Franklin Lectures, Engineering Graphics module number 3. A hexagonal അടുത്തത് a hexagonal pyramid. എല്ലാം നമുക്ക് ഹെക്സഗണൽ ആണ് അല്ലേ? നമുക്കറിയാം ഇതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചതായതുകൊണ്ടാണ്. ഹെക്സഗണൽ പിരമിഡ്. അപ്പോൾ മറക്കരുത്, ഏതാണ് ഹെക്സഗണൽ പിരമിഡാണ്. ബേസ് എത്രയാ? 30 mm. ഇതൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ സൈഡിൽ എഴുതി വെച്ചാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണ്ട. ആക്സിസ് ലെങ്ത് 70 mm ആണ്. ഈസ് റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ്. അപ്പോൾ അത് നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. താഴെ ഹെക്സഗൺ താഴെയാണ്, വെർട്ടെക്സ് നേരെ മുകളിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അപ്പോഴേ വരണം. അപ്പോൾ ഹെക്സഗൺ താഴെയാണെങ്കിൽ ഹെക്സഗണിന്റെ രണ്ട് സൈഡ് VPക്ക് പാരലൽ ആണോ, അതല്ല രണ്ട് സൈഡ് പെർപെൻഡിക്കുലർ ആണോ? നമുക്ക് നോക്കാം. 2 ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ആർ പാരലൽ ടു VP. പരിപാടി കഴിഞ്ഞില്ലേ? നമുക്ക് മനസ്സിലായി. ഇതിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? രണ്ട് ബേസ് എഡ്ജ് VPക്ക് പാരലൽ ആണെങ്കിൽ എങ്ങനെയാ വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ നമ്മൾ ഹെക്സഗണൽ പിരമിഡ് വരക്കുക. വൈൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ്, പാരലൽ ടു VP ആണ്, വൈൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഫുള്ള് ക്വസ്റ്റ്യൻ വായിക്കാം. ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ. ഒരു സെക്ഷൻ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുന്നു. ഇനി സെക്ഷൻ പ്ലെയിന് ലൈനായിട്ട് എബോവ് XY ലൈൻ ആണോ ബിലോ XY ലൈൻ ആണോ എവിടെ വരിക എന്നുള്ള കണ്ടീഷൻ നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സെക്ഷണൽ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് ടു HP അറ്റ് 45 degrees. VPക്ക് പെർപെൻഡിക്കുലർ ആണ്, HPക്ക് ഇൻക്ലൈൻഡ് ആണെങ്കിൽ സെക്ഷണൽ ലൈന് എവിടെയാ കാണുക? ഓർത്ത് നോക്കിയേ, XY ലൈനിന്റെ മുകളിലാണ് കാണുക അല്ലെ? പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് ടു HP ആയതുകൊണ്ട് ആ ലൈന് XY ലൈന് ചെരിഞ്ഞിട്ടായിരിക്കും. ചെരിവ് എത്രയാണ്? 45 ഡിഗ്രിയാണ്. പാസിംഗ് ത്രൂ എ പോയിന്റ് 15 mm എബവ് ദി ബേസ്. ബേസിന്റെ 15 mm എബവ് ആയിട്ടാണ് എന്ത് പോകുന്നത്? ആ ഇൻക്ലൈൻഡ് ആയ സെക്ഷൻ ലൈന് പോണത്. അത് ആക്സിസിലാണ് കേട്ടോ. 15 mm ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ആക്സിസ്. ആ 15 mm എന്ന് പറഞ്ഞാൽ ആക്സിസിലായിരിക്കണം ഫ്രം ദ ബേസ്. ഡ്രോ ദ ഫ്രണ്ട് വ്യൂ വരക്കുക. സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഇത് സെക്ഷൻ നന്നായിട്ട് അറിയുന്നവർക്ക് ഇതിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സ്റ്റെപ്പുകളും പിക്ചറുകളും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഏതായാലും പ്രോബ്ലം അല്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ റഫായിട്ട് ഇങ്ങനെ വരക്കുകയാണ്, കറക്റ്റ് അളവിലല്ല. ഞാനിത് പറയലും എക്സ്പ്ലെയിനിങ്ങും കൂടെ ആകുമ്പോഴാണ് ഈ 20 മിനിറ്റ്സിനൊക്കെ അടുത്ത് വരുന്നത്. നിങ്ങളിത് വരക്കണം. ഓക്കെ, വരയ്ക്കുമ്പോൾ വരക്കൽ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ കുറച്ച് സ്പീഡിൽ വരക്കാൻ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റൂ. അപ്പോൾ സ്പീഡ് വരക്കുമ്പോൾ തെറ്റിക്കരുത്. തെറ്റാൻ വേണ്ടല്ല സ്പീഡ് എന്ന് പറഞ്ഞത്, ആ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ തീർക്കണം. ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ പ്രിസമും സെക്ഷനിങ്ങും ഒക്കെ ചെയ്ത് തീർക്കുക. 20 അല്ലെങ്കിൽ 25 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർക്കണം. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഹെക്സഗണൽ പിരമിഡാണ്. അപ്പോൾ ഹെക്സഗണൽ പിരമിഡ് രണ്ട് ബേസ് എഡ്ജുകൾ പാരലൽ ടു XY ലൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഹെക്സഗൺ എങ്ങനെ വരിക? 1 2 3 4 5 6 ഇങ്ങനെ വരണം. ഓക്കെ, ഇത് കണ്ടാൽ ഏതാണ്ട് ഒരു റെഗുലർ ഹെക്സഗണൽ പിരമിഡായിട്ട് നിങ്ങൾ തൽക്കാലം ഇതിനെങ്ങനെ സങ്കല്പിക്കുക. ഇത് കണ്ടാൽ അതുപോലെ തോന്നണില്ല എന്ന് എനിക്കെന്നെ അറിയാം. നമ്മൾ ഇതിനെ റഫായിട്ട് വരക്കില്ല. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഏതാണ്ട് ഒരു ഹെക്സഗണൽ ഷേപ്പ് കിട്ടിയല്ലോ. ഹെക്സഗണൽ പിരമിഡാണ്. അപ്പോൾ പിരമിഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം? പിരമിഡ് ആകുമ്പോൾ അതിന് അപ്പെക്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂസ് ഞാൻ കാണിക്കണം. പിന്നെ അപ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ, പിരമിഡിന്റെ ടോപ്പിലുള്ള അപ്പെക്സ് കിട്ടാൻ അതിന്റെ സെന്റർ കണക്കാക്കണം. എങ്ങനെയാ ഹെക്സഗണിന്റെ സെന്റർ കണക്കാക്കുക? രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്താൽ മതി. അത് തന്നെയായിരിക്കും അതിന്റെ സെന്റർ. എന്നിട്ട് ആ പോയിന്റ് കൂടെ ആയിരിക്കും അതിന്റെ അപ്പെക്സ് വരിക. അപ്പോൾ അതിന്റെ അപ്പെക്സ് പോയിന്റ് വരക്കുമ്പോൾ ആ സെന്റർ കൂടെ ആയിരിക്കണം അതിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഹൈറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 70 ആണ്. അപ്പോൾ എവിടെയാണോ 70 വരുന്നത് ആ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതാണ് അപ്പെക്സ് എങ്കിൽ അവിടുന്ന് അതിൻ്റെ താഴെയുള്ള എല്ലാത്തിലേക്കും സ്ട്രെയിറ്റ് ലൈൻസ് വരക്കുക. പിരമിഡാണ്, സോ ദർ വിൽ ബി സ്ലാൻഡ് എഡ്ജസ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ പിരമിഡായി. ഇനി ചെയ്യേണ്ടത് പിരമിഡിന് ഒരു നെയിമിങ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിരമിഡിന് നെയിമിങ് ഇട്ട് കൊടുക്കുക. സേ ദിസ് ഇസ് എ ബി സി ഡി ഇ ആൻഡ് എഫ്. സിമിലർലി ദിസ് ഇസ് എ ഡാഷ് ബി ഡാഷ് എഫ് ഡാഷ് ഇൻസൈഡ് ദി ബ്രാക്കറ്റ്, സി ഡാഷ് ഇ ഡാഷ് ഇൻസൈഡ് ദി ബ്രാക്കറ്റ്, ദിസ് ഈസ് ഡി ഡാഷ്. സെൻറ്ററത്തെ അപ്പെക്സിന് ഒ എന്നിടാം. സോ ഹിയർ ഇറ്റ് ഈസ് ഒ ഡാഷ്. ഞാൻ നെയിമിങ് ഇട്ട് കഴിഞ്ഞു. ഞാൻ സിലിണ്ടറിന് പിരമിഡിനെ ഞാൻ ഡാർക്ക് ആക്കി വരച്ചിട്ടില്ല, കാരണം ഇത് സെക്ഷൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ റിമൈനിങ് വരുന്ന പോർഷനെ ഡാർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കട്ടിൽ കാണിച്ചാൽ മതി എന്ന് വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം വരക്കണ നേരത്തെ എപ്പോഴും ആ ഫിഗറിൻ്റെ സിമ്പിൾ പൊസിഷൻ ലൈറ്റ് ആയിട്ട് വരക്കുക. എന്നിട്ട് സെക്ഷനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി റിമൈനിങ് പോർഷൻ ഒന്നുകൂടെ ഒന്ന് അമർത്തി വരച്ചാൽ മതിയോ. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി പറയണെന്താ, ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആണ്, ഇൻക്ലൈൻ 45 ഡിഗ്രി ടു എച്ച് പി ആണ്. അപ്പോൾ എക്സ് വൈ ലൈൻ്റെ മുകളിലാണ് വരിക. എന്നിട്ട് എവിടെയാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എ പോയിന്റ് 15 mm എബവ് ദി ബേസ് ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ആക്സിസ്. അപ്പോൾ ആക്സിസ് എന്ന് പറയുന്നത് ഏതാ? ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആക്സിസ് അല്ലേ. അപ്പോൾ നമുക്കിത് ആക്സിസിൻ്റെ ലൈന് പോലെ തന്നെ കാണിക്കാം. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ് ലൈൻ. ഈ ആക്സിസ് അവർ പറയണത് വെച്ചാൽ താഴെ ബേസ് ചെയ്താ ഇതല്ലേ ബേസ്. ഈ ബേസിൽ നിന്ന് ടോട്ടൽ ഹൈറ്റ് ഇത് എത്ര 70 ആണ്. ആ 70 ബേസിൽ നിന്ന് 15 mm എവിടെയാണുള്ളത് ആ പോയിന്റ് കൂടിയാണ് എൻ്റെ സെക്ഷണൽ ലൈൻ ഇങ്ങനെ പോകുന്നത് എന്നാണ് പറയണത്. ക്ലിയർ? 15 mm എവിടെ? 15 mm എബവ് ദി ബേസ് ആൻഡ് ലൊക്കേറ്റഡ് ഓൺ ദി ആക്സിസ്. ശ്രദ്ധിക്കണേ, ആക്സിസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നേരെ മുകൾക്ക് പോയിട്ട് സേ ഇവിടെ എവിടെയെങ്കിലാണ് 15 mm എന്ന് തൽക്കാലം സങ്കല്പിക്കുക. എനിക്ക് കറക്റ്റ് അളവ് അറിയില്ല, ഞാൻ അളവിലല്ല എടുക്കുന്നത്. ഇതാണ് ആ 15 mm പോയിന്റ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് തൽക്കാലം 15 എന്ന് സങ്കല്പിക്കുക. ആ പോയിന്റ് കൂടെയാണ് എൻ്റെ എന്ത് പോണത്, എച്ച് പി കൂടെ ഉള്ളത് പോണത് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. സെക്ഷണൽ ലൈന് പോണത് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രീസ്. അപ്പോൾ 45 ഡിഗ്രീസിൽ ഞാനൊരു സെക്ഷണൽ ലൈന് തൽക്കാലം ഇങ്ങനെ കാണിക്കാം. ഓക്കെ, സെക്ഷണൽ ലൈന് ഇങ്ങനെ തൽക്കാലം കാണിക്കാം. ആ സെക്ഷണൽ ലൈന് ടി വിയും എച്ച് ടി ഒക്കെ എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ഈ പ്രോബ്ലത്തിൽ പറയാം. ഓക്കെ, സെക്ഷണൽ ലൈന് കാണിക്കുന്നു. ക്ലിയർ അല്ലേ? ഇത് ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ഇതിൽ ഇപ്പം ഞാനിത് റഫായിട്ട് വരക്കുകയാണ് അല്ലേ, ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരക്കുകയാണ്. അപ്പോൾ ഇതിൽ സെക്ഷണൽ ലൈന് പല കോലത്തിൽ വരക്കാം. പല കോലത്തിൽ പറഞ്ഞാൽ ഈ 45 ഡിഗ്രി ഏത് അളവിലാണ് വരുന്നത് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ 45 ഡിഗ്രി ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ കറക്റ്റ് വരക്കുകയാണെങ്കിൽ ചിലപ്പോൾ 45 ഡിഗ്രി നേരെ ഇതിൻ്റെ ഈ ഡീൻ്റെ കോർണർ കൂടെ പോകുന്ന കോലത്തിലാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാൻ പോകാം, ഓ ഡീനെ കട്ട് ചെയ്യുന്ന കോലത്തിലാവാം. ഇതിപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് താഴെയുള്ള ഹെക്സഗണിനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അത് കറക്റ്റ് വരച്ചാലേ അറിയുള്ളൂ അത് ഏത് പാർട്ട് കൂടെ പോണത്. ഞാനിപ്പോൾ അളവിലൊന്നും അല്ല വരച്ചത്, അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഒരു റാൻഡം ആയിട്ടുള്ള അർത്ഥത്തിൽ വരച്ചത്. ഇതിന് 3 പോസിബിലിറ്റി ഉണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് വരച്ചാലേ അറിയുള്ളൂ. ഞാൻ 3 ഈ ഒരു ഇപ്പം ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഡയഗ്രത്തിൻ്റെ സെക്ഷനിങ് ആണ് ഞാൻ ഇവിടെ കാണിക്കുക. മറ്റുള്ള പോസിബിലിറ്റീസ് എന്താണെന്നുള്ളത് ഞാൻ ഓറലി പറയാം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ വരച്ച് നോക്കുക അങ്ങനെ തന്നെയാണോ വരുന്നത്. അപ്പോൾ ഇവിടെ തൽക്കാലം ആംഗിൾ 45 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 45 ഡിഗ്രിയിലാണ് എന്നുള്ള സങ്കല്പത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സെക്ഷണൽ ലൈന് വരക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഈ സെക്ഷണൽ ലൈന് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. സെക്ഷണൽ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനെ പോയിട്ട് അത് ടച്ച് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ പ്ലെയിൻക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനെ പോയിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേര്, ട്രേസിന്റെ നെയിമിൽ എന്താ പറയാ, വെർട്ടിക്കൽ ട്രേസ്. വെർട്ടിക്കൽ ട്രേസ് എന്താ, വെർട്ടിക്കൽ പ്ലെയിനിൽ പോയി ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയാം. ഇവിടെ സെക്ഷൻ പ്ലെയിന് മൊത്തത്തിൽ വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ എക്സ്റ്റെൻഡ് ചെയ്താൽ വെർട്ടിക്കൽ പ്ലെയിനെ ടച്ച് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഞാൻ നെയിമിങ് എഴുതുമ്പോൾ വെർട്ടിക്കൽ ട്രേസ് എന്ന് കാണിക്കാൻ VT എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട്.
ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഞാൻ ആ ലൈനിനെ വി ടി എന്ന് എഴുതും. എച്ച് പിക്കാണ് പെർപെൻഡിക്കുലർ എങ്കിൽ അപ്പോൾ അത് എക്സ് വൈ ലൈനിന്റെ താഴെയാണ് വരിക, അത് എച്ച് ടി എന്നാണ് കാണിക്കുക. മനസ്സിലായല്ലോ? കൺസെപ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ടെക്നിക്ക് ഐഡിയ ഓർത്ത് വെച്ചിട്ട് എഴുതുക. സെക്ഷണൽ പ്ലെയിൻ അത് ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. സെക്ഷണൽ പ്ലെയിന് ഇതേ വി പിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ ഇവിടെ വി ടി എന്ന് എഴുതും. അതല്ല സെക്ഷണൽ പ്ലെയിന് എച്ച് പിക്കാണ് പെർപെൻഡിക്കുലർ എങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ കൊണ്ടുപോയിട്ട് എച്ച് ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ എഴുതും. ക്ലിയർ ആണോ? എച്ച് ടിയും വി ടിയും. ഓക്കെ, അതിന് ജസ്റ്റ് ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ അത് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വി പിക്കാണ് പെർപെൻഡിക്കുലർ, അപ്പോൾ ഞാൻ വി ടി എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇനി എന്താ പതിവ് പരിപാടി? എന്താ? കട്ടിംഗ് പോയിന്റ്സ് കാണണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കട്ടിംഗ് പോയിന്റ്സ് കാണാൻ പോവാണേ. കട്ടിംഗ് പോയിന്റ്സ് നമുക്കൊരു ബ്ലൂ കളർ എടുക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാ? ഒ എ എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജിനെ കട്ട് ചെയ്യണത് എവിടെയാണത്? ഇവിടെയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ആ കട്ടിംഗ് പോയിന്റ് ഇതേ നോട്ട് ചെയ്തു. അതിന് ഒരു കട്ടിംഗ് പോയിന്റേ ഉള്ളൂ, കാരണം അവിടെ ഒ എ ഉള്ളൂ. സോ ഐ എം ഗിവിംഗ് നെയിം 1. അടുത്തത് ഒ ബി ഉണ്ട്, അതേ ലൈനിൽ തന്നെയാണ് ബാക്കിൽ ഒ എഫ് ഉണ്ട്. അപ്പോൾ അവിടെ എത്ര കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്? 2 കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്. 2 and 3, 2 dash 3 dash, ഇത് 1 dash. ഓക്കെ, പിന്നെ അടുത്ത കട്ടിംഗ് പോയിന്റ് എവിടെയാണ് വരുന്നത്? അടുത്ത കട്ടിംഗ് പോയിന്റ് വരുന്നത് ദേ ഇവിടെ ഒ സിയിലും ഇയിലും ദേ ഇവിടെയാണ് കട്ട് ചെയ്യണത് അല്ലേ? അപ്പോൾ അവിടെ എത്ര കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്? അവിടെയും 2 കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്. സേ 4 dash 5 dash. ബ്രാക്കറ്റിൽ ഇടുന്നത് ബാക്കത്തെ സ്ലാൻഡ് എഡ്ജിനെ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത കട്ടിംഗ് പോയിന്റ് എവിടെയാണ് മക്കളെ? എൻ്റെ ഈ ഡയഗ്രാം പ്രകാരം കട്ട് ചെയ്യണത് ഇവിടെയാണ്, താഴെയുള്ള ഹെക്സഗണിനെയാണ് കട്ട് ചെയ്യണത്. ഇവിടെ എത്ര കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്? താഴെ എത്ര കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്? ശ്രദ്ധിക്കേ, ഇവിടെ മുമ്പിൽ സിയും ബാക്കിൽ ഇയും ആണ്. അപ്പോൾ ഇവിടുന്ന് സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്ന എഡ്ജുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഡിന്ന് ഇക്ക് പോകുന്ന എഡ്ജും ഇല്ലേ? അപ്പോൾ ഇവിടെ കട്ടിംഗ് പോയിന്റ് ഒന്നേ കാണുന്നുള്ളൂ എങ്കിൽ ഇത് ആക്ച്വലി സി ഡിനെയും കട്ട് ചെയ്യുന്നുണ്ട്, ബാക്ക് കൂടെ പോകുന്ന ഡി ഇനെയും കട്ട് ചെയ്യുന്നുണ്ട്. സി ഡിനെയും കട്ട് ചെയ്യുന്നുണ്ട്, ഡി ഇനെയും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കട്ടിംഗ് പോയിന്റ് എത്ര പോയിന്റ്സ് ഉണ്ടാവും? 2 പോയിന്റ്സ് ഉണ്ടാവും. ഐ ആം മാർക്കിംഗ് ദോസ് പോയിന്റ്സ് ആസ് ഇത് 6 dash 7 dash ഇൻസൈഡ് ദി ബ്രാക്കറ്റ്. അതായത് 6 dash എന്ന് പറയുന്ന കട്ടിംഗ് പോയിന്റ് സിന്ന് ഡിക്കുള്ള എഡ്ജിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കിലൂടെ ഡിന്ന് ഇക്ക് പോകുന്ന ഒരു എഡ്ജ് ഉണ്ട്, അത് കട്ട് ചെയ്യണത് ഏതാ? കട്ടിംഗ് പോയിന്റ് 7ലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്രണ്ട് വ്യൂവിലുള്ള കട്ടിംഗ് പോയിന്റ്സ് എനിക്ക് കിട്ടി. ഞാൻ തൽക്കാലം അത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂവിൽ കട്ടിംഗ് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് വ്യൂവിലുള്ള കട്ടിംഗ് പോയിന്റ്സ് കിട്ടണം. അതെങ്ങനെയാ പരിപാടി? ഫ്രണ്ട് വ്യൂ എവിടെയാണോ അതിൻ്റെ നേരെ താഴെ ആയിരിക്കും ടോപ്പ് വ്യൂ. ഇപ്പോൾ 1 dash ഇതാണെങ്കിൽ 1 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇതിൻ്റെ നേരെ താഴെയായിരിക്കും. ഇതേതാണോ ലൈൻ? അതിങ്ങനെ ഇതായിരിക്കും 1. 2ഉം 3യോ? 2ഉം 3യും ഇതാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ കൂടെ ആയിരിക്കും അതിൻ്റെ ടോപ്പ് വ്യൂ വരിക. 2, 3. പിന്നെ 4ഉം 5ഉം ഇതാണെങ്കിൽ 4ഉം 5ഉം ഇങ്ങനെ വരക്കുക. തൽക്കാലം നമുക്ക് ചിരിച്ചിങ്ങനെ വെക്കാം. പിന്നെ 6ഉം 7ഉം അവിടെയാണെങ്കിൽ 6ഉം 7ഉം അതിൻ്റെ കട്ടിംഗ് പോയിന്റ്സ് നേരെ താഴെയാണ് വരിക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഹെക്സഗണൽ പിരമിഡ് ആയിരുന്നു. അപ്പോൾ ഹെക്സഗണൽ പിരമിഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ലാൻഡ് എഡ്ജുകൾ കാണിക്കണ്ടേ? ഇല്ലെങ്കിൽ നമുക്കത് പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സ്ലാൻഡ് എഡ്ജ് എന്ത് ചെയ്യണം? നമ്മളതിൽ ഡാർക്ക് ചെയ്തിട്ട് തന്നെ കാണിച്ചു വെക്കുക. എന്നാലേ നമുക്ക് കട്ടിംഗ് പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് ഐഡിയയിൽ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, കട്ടിംഗ് പോയിന്റ് 1 എവിടെയാ? ഒ എയിലാണ് അല്ലേ? അപ്പോൾ ഒ എയുടെ ടോപ്പ് ചെയ്താ ഇതാണ് ഒ എയുടെ ടോപ്പ് വ്യൂ.
ഒ എയുടെ ടോപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഒ എയുടെ ടോപ്പ്. ഒ എയുടെ ടോപ്പ് ഇതാണ് അല്ലേ? അപ്പോൾ അതിലേക്ക് ഈ കട്ടിംഗ് പോയിന്റ് എവിടെയാണ് വന്ന് ടച്ച് ചെയ്യുന്നത്? ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? അപ്പോൾ ആ കട്ടിംഗ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുക. ഇതാണ് എൻ്റെ കട്ടിംഗ് പോയിന്റ്. ആ കട്ടിംഗ് പോയിന്റിന്റെ പേര് ഇവിടെ, കട്ടിംഗ് പോയിന്റിന്റെ പേര് ഇതാണ് 1, കട്ടിംഗ് പോയിന്റ് 1. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, 2ഉം 3ഉം എന്താണ്? 2 എവിടെയാണ് കട്ട് ചെയ്യണത്? ഒ ബിയിലാണ്. 3 എവിടെയാണ് കട്ട് ചെയ്യുന്നത്? ഒ എഫിലാണ്. അപ്പോൾ ഒ എഫ് ഇതാണ്, ഒ ബി ഇതാണ്. അപ്പോൾ ആ 2, 3 കട്ട് ചെയ്യുന്ന പോയിന്റ് ഒന്ന് ഇവിടെയും വരും, ഒന്ന് ഇവിടെയും വരും. സോ ഇവിടെയാണ് ഒരു കട്ടിംഗ് പോയിന്റ്, അടുത്ത കട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ഒ ബിയിലെ കട്ടിംഗ് പോയിന്റ് 2 ആണ്, ഒ എഫിലെ കട്ടിംഗ് പോയിന്റ് 3 ആണ്. ഞാൻ മാർക്ക് ചെയ്തു. ഇതേപോലെ അടുത്തത് ഒ സിയിലും ഒ ഇയിലുമാണ് കട്ട് ചെയ്യുന്നത്. ഒ സിയിൽ കട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഇവിടെ എങ്ങനെയാണ്, ഒ ഇയിൽ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ആ പോയിന്റുകൾ മാർക്ക് ചെയ്യുക, ഒന്ന് ഇതും ഒന്ന് ഇവിടും. സിയിൽ കട്ട് ചെയ്യുന്നത് 4 ആണ്, ഇയിൽ കട്ട് ചെയ്യുന്നത് 5 ആണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ, 6, 7 എന്ന് പറയുന്നത് 6, 7 നമ്മളിങ്ങനെ വരക്കുമ്പോൾ പൊതുവെ എല്ലാവരും ഇവിടെ ഒ ഡിയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് 6, 7 നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യരുത്. കാരണം എന്താ, ഇത് ഒ ഡി എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജാണ്. ഇവിടെ 6 കട്ട് ചെയ്യണത് ഏതിനെയാ? സി ഡിനെയാണ് 6 കട്ട് ചെയ്യണത്. അപ്പോൾ സി ഡി വരുന്നത് ഏതാ? ഇതാണ് സി ഡി. അപ്പോൾ ഇതാണ് എൻ്റെ കട്ടിംഗ് പോയിന്റ് 6. പിന്നെ 7 കട്ട് ചെയ്യണത് ഏത് പോയിന്റിലാ? ഡിന്ന് ബാക്ക് കൂടെ പോകുന്ന ഇ, ഡിന്ന് ഇ കൂടെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഏത്? 7. ഇതാണ് എൻ്റെ കട്ടിംഗ് പോയിന്റ് 7. അപ്പോൾ എനിക്ക് എല്ലാ കട്ടിംഗ് പോയിന്റ്സ് കിട്ടി. യൂസിങ് സ്കെയിൽ 1 to 2 ഞാൻ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് കട്ട് ചെയ്യുക. 2 to 4, 4 to 6, 6 to 7, 7 to 5, 5 to 3 and 3 to 1. അപ്പം ഞാൻ സെക്ഷൻ ചെയ്തതിൻ്റെ ഉൾഭാഗം എന്തായിരിക്കും? എനിക്ക് ആ സോൾഡറിൻ്റെ ഉൾഭാഗം കാണാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഹാച്ചിങ് ലൈൻസ് വരക്കണം. ഹാച്ചിങ് ലൈൻസ് 45 ഡിഗ്രിയിൽ ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് ഒരേ തിക്നെസ്സിൽ ഞാൻ അങ്ങനെ വരക്കുക. ഇതിനെയാണ് നമ്മൾ ഹാച്ചിങ് ലൈൻസ് എന്ന് പറയുക. ഓക്കെ, ഇപ്പം ഞാൻ ഇതൊരു ടൂൾ വെച്ചിട്ടാണ് വരക്കുന്നത്. സ്കെയിലും പെൻസിൽ വെച്ച് നിങ്ങൾ ഡയറക്റ്റ് വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിലി നിങ്ങൾക്ക് കാണാം. അപ്പോൾ റിമൈനിങ് വരുന്ന പോർഷൻ ഏതാണ്? റിമൈനിങ് വരുന്ന പോർഷൻ്റെ ഈ കാണുന്ന ഭാഗങ്ങളാണിത്. ഇതാണ് ഒന്ന് റിമൈനിങ്, ഇത് റിമൈനിങ്. ഓക്കെ, ഈ റിമൈനിങ് പോർഷൻസുകൾ എന്ത് ചെയ്യണം? ഡാർക്ക് ആക്കിയിട്ട് വരക്കുക. ഈ ഭാഗം കട്ട് ചെയ്ത് പോകട്ടോ. ഞാൻ ഒരു ഹൈലൈറ്റർ എടുത്ത് കാണിക്കാം. അപ്പോൾ അതായത് റിമെയിൻ ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ ഇതുപോലെ ഉണ്ടാവും. ബാക്കി നിങ്ങൾ പ്രോപ്പറായിട്ടാണ് ഇതാക്കുന്നതെങ്കിൽ റിമൈനിങ് ആയി വരുന്ന സോളിഡ് ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ബാക്കിയുള്ള ഭാഗമൊക്കെ എന്തായി? കട്ട് ചെയ്ത് പോയി. അപ്പോൾ സോളിഡിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതാണ് ഉണ്ടാവുക. അതേപോലെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള സോളിഡിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചു വെക്കുക. ഓക്കെ, സോളിഡിൻ്റെ ബാക്കി റിമൈനിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ അതെ ഇത്രയും പോർഷൻ കാണിച്ചാൽ അതെ ഈ ഭാഗം ഇത്രയും ഭാഗമാണ് ആ സോളിഡിൻ്റെ ബാക്കി ഉണ്ടാവുക. ബാക്കിയുള്ള പോർഷനൊക്കെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് റിമൂവ് ചെയ്തപ്പെട്ടു. അപ്പോൾ നമ്മൾ വരയ്ക്കണ നേരത്തെ ആദ്യം ലൈറ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് റിമൈനിങ് ആയിട്ട് വരുന്ന സോളിഡിനെ ഒന്നും കൂടെ പെൻസിൽ എടുത്തിട്ട് ഒന്ന് അമർത്തി വരച്ചാൽ മതി. ഓവറാക്കി ഡാർക്ക് ആക്കരുത്. ആദ്യം വരയ്ക്കണത് വളരെ ലൈറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി റിമൈനിങ് പോർഷൻ സാധാരണഗതിയിൽ പെൻസിലോണ്ട് ഒന്നും കൂടെ വരച്ചാൽ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സെക്ഷണൽ ലൈനിൻ്റെ കേസ് ഞാൻ പറയാം. ഇവിടെ സെക്ഷണൽ ലൈന് താഴെയുള്ള ABCDനെയാണ് കട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താഴെയുള്ള ഈ എഡ്ജുകളെ കട്ട് ചെയ്തത്. CDനെയും കട്ട് ചെയ്തു, പിന്നെ DEനെയും കട്ട് ചെയ്തു. CDനെയും കട്ട് ചെയ്യുന്നു, DEനെയും കട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ 45 ഡിഗ്രിയിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഡി കൂടിയാണ് പോകുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഒരൊറ്റ കട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ആ കട്ടിംഗ് പോയിന്റ് ഇവിടെയാണ് വരിക. 6ഉം 7ഉം ഉണ്ടാവില്ല, ഒറ്റ കട്ടിംഗ് പോയിന്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 ഇങ്ങോട്ടേക്ക് ലൈൻ വരക്കുക, പിന്നെ ഇവിടെ 4 ആണെങ്കിൽ 4 ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇതായിരിക്കും ആൻസർ വരിക.
അതല്ല, ഞാൻ 45 ഡിഗ്രിയിൽ ഇങ്ങനെ വരക്കുമ്പോൾ അത് ഈ ഒ ഡി എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജിനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആണ് ആ സ്ലാൻഡ് എഡ്ജിനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒ ഡി എന്ന് പറയുന്ന ടോപ്പ് വ്യൂവിൽ ഈ കട്ടിംഗ് പോയിന്റ്, അപ്പോൾ 4, 5, 6 ആണ് വരിക. ഈ കട്ടിംഗ് പോയിന്റ് ഒ ഡിയിൽ കാണിക്കണം, ഇവിടെ കാണിക്കണം. എന്നിട്ട് 5 6ക്കും 6 4ക്കും ഇങ്ങനെയായിരിക്കും അപ്പോൾ ഉള്ളത്തെ സെക്ഷൻ വരിക. മൂന്നെണ്ണത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നെങ്കിൽ താഴത്തെ ഹെക്സഗണെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി വരച്ച ഡയഗ്രാം ഉണ്ട്. അതല്ല, സ്ലാൻഡേർഡ്സ് ആയ ഓഡിനെയാണ് കട്ട് ചെയ്യണമെങ്കിൽ ആ ടോപ്പ് വ്യൂവിൽ ഓഡിയിലാണ് കട്ടിംഗ് പോയിന്റ് കാണുന്നത്. എന്നിട്ട് ആ കട്ടിംഗ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുക. അതല്ല, ചിലപ്പോൾ ആ കോർണർ കറക്റ്റ് ഡി കൂടെ വേണമെങ്കിൽ പോകാം, അപ്പോൾ ഡി തന്നെയായിരിക്കും അടുത്ത കട്ടിംഗ് പോയിന്റ് വരിക. അങ്ങനെ വേണം വരയ്ക്കാൻ. അപ്പോൾ ഇതിൽ ഞാൻ അളവില്ലാതെ റാൻഡം ആയിട്ട് വരച്ചതാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികളുണ്ട്. അതനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞു? അപ്പോൾ ഞാൻ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞല്ലോ. ഫ്രണ്ട് വ്യൂ വരച്ചു, വിത്ത് സെക്ഷണൽ ലൈൻ വരച്ചു. ടോപ്പ് വ്യൂവിൽ സെക്ഷൻ കാണിക്കുന്നുണ്ട്. സെക്ഷണലിൻ്റെ ടോപ്പ് വ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ വരച്ചു, സെക്ഷനിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു. ഇനി അവർ ചോദിച്ചത് ഏതാ? ട്രൂ ഷേപ്പ് വരക്കണം. ട്രൂ ഷേപ്പ് വരക്കാനുള്ള മെത്തഡോളജി എന്താ? നമുക്കറിയാം. ഏതാണോ കട്ടിംഗ് പോയിന്റ്സ് ഉള്ളത് ആ കട്ടിംഗ് പോയിന്റ്സിന് സെക്ഷണൽ ലൈൻ, ഇപ്പോൾ സെക്ഷണൽ ലൈൻ എവിടെയാണോ വരുന്നത് അതിന് കട്ടിംഗ് പോയിന്റ്സ് കൂടെ പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. സെക്ഷണൽ ലൈനിക്ക് കട്ടിംഗ് പോയിന്റ്സ് കൂടെ പെർപെൻഡിക്കുലർ ലൈൻസ് വരക്കുക. അപ്പോൾ ആ ലൈനിലായിരിക്കും ഞാൻ ട്രൂ ഷേപ്പ് കാണിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് സെക്ഷൻ എടുക്കേണ്ടതെന്ന് അറിയാം. എന്താ ചെയ്യേണ്ടത്? കട്ടിംഗ് പോയിന്റ് 1ന് XY ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻ്റ് ആണെന്ന്, XY ലൈനിൽ നിന്ന് 1ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഞാൻ അളക്കുക. അതേ അളവ് 1ൽ നിന്നുള്ള ഈ ലൈനിൽ ഞാൻ കൊണ്ടുപോയിട്ട് അളക്കുക. അതേപോലെ 2ഉം 3ഉം XY ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ആ അളവ് എടുത്തിട്ട് ഞാൻ ഇവിടെ എടുക്കുക. ഇങ്ങനെ ചെയ്യണ നേരത്ത് ചില കേസുകളിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പോൾ ഈ XY ലൈനിൽ നിന്ന് 1ക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. ഓക്കെ, 1ൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. ആ ഡിസ്റ്റൻസ് ഞാൻ ഇവിടുന്ന് കാണിക്കാൻ പോവാണ്, ഇങ്ങോട്ട് കാണിക്കാൻ പോവാണ്. അത് കാണിക്കണ എടുത്ത് 1ക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ വന്നു വിചാരിച്ചോ. ഇതാണ് എൻ്റെ പോയിന്റ് 1 കിട്ടി വിചാരിച്ചോ. ഇങ്ങനെ ആകുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് വ്യൂയുടെ ഉള്ളിൽ തന്നെ സെക്ഷണൽ ട്രൂ ഷേപ്പ് വേറൊരു ഫിഗറാണ്. ആ ഫിഗർ ഫ്രണ്ട് വ്യൂയോടൊപ്പം കോയിൻസൈഡ് ചെയ്തിട്ട് വന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ആകെ വൃത്തികേടാവും, ഡയഗ്രാം നീറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ട്രൂ ഷേപ്പ് വരയ്ക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ മോൾ കൂടെ ഓവർകം ചെയ്തിട്ട് തന്നെ ട്രൂ ഷേപ്പ് വരും. ഇപ്പോൾ എനിക്ക് ഇവിടെ പോയിന്റ് ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇവിടെ പോയിന്റ് 1 കിട്ടി, 2ഉം 3ഉം ഇവിടെ എവിടെയാണ് കിട്ടുക, കുറച്ച് വീതി ഉണ്ട്. അപ്പോൾ എന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെങ്ങാനും ഫ്രണ്ട് വ്യൂടെ, ഇപ്പോൾ ഞാൻ ആ ഫിഗർ വരക്കണടുത്ത് എനിക്ക് ഇങ്ങനെ ഫിഗർ ഇങ്ങനെയൊക്കെ വന്നു വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂടൊപ്പം ഓവർകം ചെയ്ത് കോയിൻസൈഡ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ സെക്ഷണൽ ലൈൻ ഉണ്ടല്ലോ, ഇതിന് പാരലായിട്ട് മറ്റൊരു ലൈൻ വരച്ച് വെക്കുക. എവിടെ ആയാലും കുഴപ്പമില്ല, മറ്റൊരു ലൈൻ വരച്ച് വെക്കുക പാരലാക്കിയിട്ട്. അത് ഇത്ര ഡിസ്റ്റൻസ് ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് എടുക്കുന്ന ഡിസ്റ്റൻസിന് പകരം ഞാൻ ഇവിടുന്നുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കലും എന്തില്ല, എനിക്ക് ഇവിടെ എവിടെയോ ട്രൂ ഷേപ്പ് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ട്രൂ ഷേപ്പ് കിട്ടിയതാണോ? അത് ഫ്രണ്ട് വ്യൂവിനെ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമോ? ഒരിക്കലും ടച്ച് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ ഒരു പാരലൽ ലൈനും കൂടെ വരച്ചിട്ട് അവിടുന്ന് ആയിരിക്കും ഞാൻ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ ഇതിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വരച്ച ആ സെക്ഷണൽ ലൈന് പാരലാക്കിയിട്ട് മറ്റൊരു ലൈൻ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചു. ഇത് കണ്ടാൽ പാരലൽ ആക്കുക, ഏതാണ്ട് പാരലൽ പോലെ ആക്കുക. ഏതാണ്ട് പാരലൽ ആണല്ലോ. ഇതിനെന്തെങ്കിലും ഒരു പേരിട്ട് കൊടുക്കുക. സേ X' Y' എന്നുള്ള ഒരു പേര് വെറുതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സെയിം പരിപാടി. XY ലൈനിൽ നിന്ന് സെക്ഷൻ പോയിന്റ് 1ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് അളക്കുക. ആ അളവ് എടുത്തിട്ട് ഈ 1ലൂടെ പോകുന്ന ഈ ലൈനിൽ ഇതാണ് എൻ്റെ റെഫറൻസ് ലൈൻ എടുത്തത് അല്ലേ? ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ആ ഡിസ്റ്റൻസ് എത്രയാന്ന് നോക്കിയിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? മേ ബി ഹിയർ സംഭവം ഇതിനെയാണ് പോയിന്റ് 1 എന്ന് കാണിക്കുന്നു. തിരക്കല്ല, അതിലാറുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് എടുക്കുന്നു. XY ലൈനിൽ നിന്ന് ആദ്യം 3ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഈ ലൈനിൽ കൂടെ കാണിക്കണം. പക്ഷെ അത് എവിടുന്ന് ഞാൻ കാണിക്കുക? ഈ റെഫറൻസ് ലൈനിൽ നിന്ന് XYയിൽ നിന്നുള്ള 3ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഞാൻ കാണിക്കുന്നു.
പിന്നെ അതിന് ശേഷം എക്സ് വൈ ലൈനിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക. അതേ ലൈന് ഇവിടുന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് കാണിക്കുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും 2ഉം കുറച്ച് അപ്പുറത്ത് എവിടെയെങ്കിലും 3ഉം. ഞാൻ ഇപ്പോൾ സ്ഥലപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇതേപോലെ അടുത്തത് ഏതാ? ഇത് നോക്കിയത്, ഇത് കണ്ടോ, ഞാൻ വരച്ച തെറ്റ് കണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു കട്ടിങ് പോയിന്റ് ഉണ്ടോ? ഇത് ഞാനിവിടെ ഡാർക്ക് ചെയ്ത് ഈ 15 കാണിക്കാൻ, ഇവിടെ കട്ടിങ് പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ കട്ടിങ് പോയിന്റ് ഇല്ലാത്തടത്ത് എനിക്ക് സെക്ഷൻ കാണിക്കാനുണ്ടാവില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് സെക്ഷൻ ലൈൻ വരച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ക്ലിയർ? അപ്പോൾ ആ ലൈൻ എന്ത് ചെയ്യുക? ഇല്ലാത്ത ലൈനുകളൊക്കെ ആദ്യമേ മായ്ച്ചു കളയുക. പിന്നെ സെക്ഷണൽ ലൈന് വരുന്നത് എവിടെയാണ്? സെക്ഷൻ പോയിന്റ്സ് വരുന്നത് 4, 5ലുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് സെക്ഷണൽ ലൈൻ വരക്കുക. പിന്നെ അടുത്തത് 6Dയിലുണ്ട്, അവിടെയും സെക്ഷണൽ ലൈന് കയറി വരക്കുക. വരക്കുമ്പോൾ സെക്ഷണൽ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ കൃത്യമായിട്ട് വരക്കുക. അപ്പോൾ 4, 5ന് ഇവിടുന്ന് എക്സ് വൈ ലൈനിൽ നിന്ന് 5ലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. എക്സ് വൈ ലൈനിൽ നിന്ന് പിന്നെ 4ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതേ ഡിസ്റ്റൻസുകൾ എന്ത് ചെയ്യുക? പുതിയ റെഫറൻസ് ലൈൻ ഏതാ? എക്സ് വൈ ലൈൻ അല്ലേ? അപ്പോൾ ആ ലൈനിൽ കൂടെ ആദ്യം എന്ത് ചെയ്യുക? 5 കാണുക. 5 കിട്ടി. കുറച്ച് അങ്ങോട്ട് മാറിയാൽ ഡിസ്റ്റൻസിൽ 4ഉം കിട്ടും. ഓക്കെ. പിന്നെ അടുത്തതോ, എക്സ് വൈ ലൈനിൽ നിന്ന് 7ൽ കാണുക ഡിസ്റ്റൻസ്, എക്സ് വൈ ലൈനിൽ നിന്ന് 6ലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക. അപ്പോൾ അത് പുതിയ റെഫറൻസ് ലൈൻ ഇതല്ലേ? അപ്പോൾ ആ ലൈനിൽ നിന്ന് എന്ത് ചെയ്യുക? 7ൻ്റെ ഡിസ്റ്റൻസ് കാണുക. പിന്നെ അതിനുശേഷം ഒരു 6ൻ്റെ ഡിസ്റ്റൻസ് കാണുക. അപ്പോൾ എനിക്ക് എല്ലാ പോയിൻറ്റ്സും കിട്ടി. ഈ എല്ലാ പോയിൻറ്റ്സിനെയും ഞാൻ എന്ത് ചെയ്യുക? ഞാൻ 1-ന്ന് 2ക്ക് സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. അതേപോലെ 2-ന്ന് 5ക്ക്, 5-ന്ന് 7ക്ക്, 1-ന്ന് 3ക്ക്, ഓക്കെ, 3-ന്ന് 4ക്ക്, 4-ന്ന് 6ക്ക്, ആൻഡ് 7ഉം 6ഉം കൂടെ കയറിയിട്ട് 7ഉം 6ഉം കയറിയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കണ്ടോ, ഈ 7-6 ലൈൻ ഇതാണ്. ഞാൻ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് വരക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ട്രൂ ഷേപ്പ് കിട്ടിയത്. അപ്പോൾ ട്രൂ ഷേപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളിവിടെ സെക്ഷനിങ്ങും കൂടെ ഹാച്ചിങ് ലൈൻസ് എന്ത് ചെയ്യുക? ട്രൂ ഷേപ്പിലും ഹാച്ചിങ് ലൈൻസ് കാണിക്കട്ടോ. പ്രോപ്പറായിട്ട് ഞാനിതിങ്ങനെ ടൂള് യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടല്ല വരച്ചത്. അത് ഈക്വി സ്പേസ്ഡ് ആക്കിയിട്ടായിരിക്കണം. കുറച്ചിങ്ങനെ അടുത്തടുത്താക്കിയിട്ട് തന്നെ, ഭയങ്കര അടുത്തടുത്താക്കണ്ട, കുറച്ചൊരു അടുത്തടുത്താക്കിയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അത് ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് അടുത്ത ലൈൻ കൊണ്ടുപോയി വേറെ ഡിസ്റ്റൻസ്, പിന്നെ വേറെ കുറേ ലൈൻസുകൾ അടുത്ത്, പിന്നെ മറ്റൊരു ലൈന് ദൂരെ, ഇങ്ങനെ വേറെ വേറെ ഡിസ്റ്റൻസ് ആവരുത്. കുറച്ച് അടുത്തടുത്താക്കിയിട്ട് ലൈറ്റായിട്ട് എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് ലൈൻസ് ഒരേ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഹാച്ചിങ് ലൈൻസ് ആയി. എനിക്ക് ഈ സെക്ഷൻ്റെ ഒറിജിനൽ ഷേപ്പ്, ട്രൂ ഷേപ്പ് എന്ത് ചെയ്തു? എനിക്കിവിടെ കിട്ടി. ക്ലിയർ? ഞാൻ റഫായിട്ട് വരച്ചാണ്. ഇതേപോലെയാണോ വരിക എന്നറിയില്ല. നിങ്ങൾ വരച്ച് നോക്കിയാലേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങൾ നോക്കിയേ, എനിക്ക് ഈ ഫിഗറിൽ ഫ്രണ്ട് വ്യൂ നോക്കുക. ഈ ഫ്രണ്ട് വ്യൂവിൽ എനിക്കിതിൻ്റെ ഉൾഭാഗം കാണണമെങ്കിൽ ഞാൻ എവിടെ നിന്ന് നോക്കണം? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണ്ടേ? എന്നാലല്ലേ എനിക്ക് ഉൾഭാഗം കാണാൻ പറ്റൂ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഭാഗത്തു നിന്നാണ് കാണേണ്ടത്, നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷണൽ ലൈനിൻ്റെ അവിടെ പോയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ആരോ ഇടാറുണ്ട്. ഈ രീതിയിൽ ആരോ ആ സൈഡിൽ കൂടെ നോക്കുമ്പോഴാണ് എനിക്ക് സെക്ഷൻ കാണുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ നേരത്തെ ചോദ്യത്തിൽ സെക്ഷൻ കാണണമെങ്കിൽ ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് സെക്ഷൻ ഫ്രണ്ട് വ്യൂവിൽ കാണുക. ഇത് വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിന് VT എന്നും എന്ത് ചെയ്യാം? എനിക്ക് കാണിക്കാം. അപ്പം അങ്ങനെ 2 ആരോ മാർക്കുകളും ഇടാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാമിന് ആരോ മാർക്ക് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. VT HT എന്നുള്ളത് പ്രത്യേകം ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ. അത്രക്കൊന്നും ഭയങ്കര മൈന്യൂട്ടായിട്ടൊന്നും ആരും ചെക്ക് ചെയ്യില്ല. പക്ഷെ നമ്മുടെ തലവിധി പോലെ ഇരിക്കും. ആരുടെ കയ്യിലാണ് നമ്മുടെ പേപ്പർ എത്താന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ കഴിയുന്നതും എല്ലാം പെർഫെക്റ്റ് ആക്കി കീപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ആ ആരോ മാർക്കിന്റെ ഉദ്ദേശം ആ ഡയറക്ഷൻ കൂടെ ഫ്രണ്ട് വ്യൂവിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ സെക്ഷൻ, ഉള്ളിലത്തെ സെക്ഷൻ കാണാൻ പറ്റും എന്ന് കാണിക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് അത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പ്രോബ്ലം നമ്മളിവിടെ തീർന്നു. ഞാൻ അതിൻ്റെ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ആ 3 പോസിബിലിറ്റീസും ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പതിയെ കുറച്ച് സ്പീഡ് കൂട്ടുകയാണ്. നമുക്ക് ഏതാണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അറിയാം? നമുക്ക് ഏതാണ്ട് 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യന് എത്തിയിട്ടേ ഉള്ളൂ. ഇനി പതിയെ എനിക്കൊന്ന് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിയെ എന്ത് ചെയ്യാം? സ്പീഡപ്പ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ അടുത്തത് കോണാണ്. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ, കോണാണ്. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ
ബേസിലെ ഡയാമീറ്റർ 50 mm ആണെന്ന് പറഞ്ഞു. ആക്സിസോ, ആക്സിസ് 70 mm ആണെന്ന് പറയുന്നു. ഇറ്റ് റെസ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ HP. കോണിന്റെ ബേസ് പറഞ്ഞാൽ സർക്കിളില്ലേ, ആ സർക്കിൾ HP-യിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ കോണ് നേരെ നിൽക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കോണ് നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവർ പറയണം. അപ്പോൾ നമുക്ക് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാനുള്ള കൺസെപ്റ്റ് ഒക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നേരെ കോണിൻ്റെ സിമ്പിൾ പൊസിഷൻ ആദ്യമാണ് കയറി വരയ്ക്കാം. സംഭവം ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ടാണ് ചെയ്യേണ്ടത്, പിന്നെ ഇവിടെ ഞാൻ ജസ്റ്റ് വേഗം വരക്കുന്നതേ ഉള്ളൂ. ഇതാണ് കോണ്, കോണിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഏതാണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ കോണിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഞാൻ വരച്ചു. ഇനി നമ്മൾ പറഞ്ഞതാ എ സെക്ഷണൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് 35 degrees to HP. നമ്മളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ VPക്ക് പെർപെൻഡിക്കുലർ, HPക്ക് ഇൻക്ലൈൻഡ് എന്നാണ്. അപ്പോൾ എപ്പോഴും അത് XY ലൈനിൻ്റെ മുകളിലാണ് വരിക. ഇതിൽ ഇനി അങ്ങനെ വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ എക്സാമിൽ വയ്ക്കുമ്പോൾ ഇത് അതുപോലെ എപ്പോഴും ഓർത്തേക്കരുത്. ചിലപ്പോൾ HPക്ക് പെർപെൻഡിക്കുലർ, VPക്ക് ഇൻക്ലൈൻഡ് പറഞ്ഞ സെക്ഷൻ പ്ലെയിൻ താഴെയും വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാട്ടോ. നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിലൊരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. തിരിച്ചുള്ള കേസും പോസിബിൾ ആണ്. നമ്മുടെ റെഗുലർ ബാച്ചിലെ സ്റ്റുഡൻസ് നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ലാത്ത ക്രാഷിലായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു 1-2 പ്രോബ്ലംസ് കൂടെ നിങ്ങൾ എക്സ്ട്രാ നോട്ട് ചെയ്യുക. ഈ 14 ക്വസ്റ്റ്യൻസിനിടയിൽ ഏതെങ്കിലും അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക്, നമുക്ക് നോക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ മനസ്സിലാണ്. ഇത് സ്ഥിരം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സാം എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സെക്ഷൻ ലൈൻ മുകളിൽ വരുന്നതായിട്ടാണ് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം. ഇവിടെ നമുക്ക് VPക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ വെർട്ടിക്കൽ ട്രേസ് ആയിട്ടാണ് ലൈൻ കിട്ടുക. 35 degree HPക്ക് ഇൻക്ലൈൻഡ് ആണ്. ആ ഇൻക്ലിനേഷൻ അവർ പറഞ്ഞത് എങ്ങനെയാ, ആ ഇൻക്ലിനേഷൻ ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ആക്സിസിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസിനെ ഈക്വൽ ഡിവിഷൻസ് ആക്കുക അല്ലേ. എന്നിട്ട് പറഞ്ഞതാ ഡ്രോ ദി ഡെവലപ്മെന്റ് ഓഫ് ദി ട്രങ്കേറ്റഡ് കോൺ. ഇവിടെ സെക്ഷൻ അല്ല ചോദിച്ചത്, ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 4ഉം ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഡെവലപ്മെന്റ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡെവലപ്മെന്റ് വരക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം ഞാനൊരു സൈഡിലേക്കാക്കി. അപ്പോൾ ഇതാണ് കോൺ. ഓക്കെ, കോൺ ഇതാണ്. ഇനി നമ്മളോട് അതിൽ പറഞ്ഞിട്ടുള്ളത് ബേസ് ഡയമീറ്റർ 50 ആണ്, ഇത് 50 ആണ്, ഹൈറ്റ് ആക്സിസ് 70 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വരക്കാൻ അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇതാക്കുന്നില്ല. പെർപെൻഡിക്കുലർ ടു VP ആണ് ഇൻക്ലൈൻഡ് 35 degree to HP. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും മക്കളെ? ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ നിന്ന് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇതായിരിക്കും ആക്സിസ് അല്ലേ. അപ്പോൾ ഇതുപോലെ ആക്സിസ് ലൈന് കാണിക്കരുത്. അത് എൻ്റെ ടൂളിൽ ഞാൻ അങ്ങനെ ഒരു എളുപ്പത്തിന് കാണിച്ചെന്നുള്ളൂ. ആക്സിസ് ലൈന് കാണിക്കുമ്പോൾ ആക്സിസ് ലൈന് കാണിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കാണിക്കണം. ആക്സിസ് ലൈൻ ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ, പിന്നെ ഒരു വലിയ ലൈൻ, പിന്നെ ഒരു ചെറിയ ലൈൻ, പിന്നെ ഒരു വലിയ ലൈൻ, പിന്നെ ഒരു ചെറിയ ലൈൻ, ഇങ്ങനെ വേണം കാണിക്കാൻ കേട്ടോ. ഞാനതിൽ കാരണം ഇങ്ങനെ ഡാഷ്ഡ് കാണിച്ചാൽ അവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ട് എന്ന അർത്ഥമാണ് വരിക. അപ്പോൾ ആക്സിസ് ലൈൻ കാണിക്കുമ്പോൾ ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ, പിന്നെ ഒരു വലിയ ലൈൻ, പിന്നെ ഒരു ചെറിയ ലൈൻ, പിന്നെ ഒരു വലിയ ലൈൻ, പിന്നെ ഒരു ചെറിയ ലൈൻ, ഇങ്ങനെയാണ് നമ്മൾ ആക്സിസ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ആക്സിസിനെ ബൈസെക്റ്റ് ചെയ്ത് പോവാണ്. ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആക്സിസിനെ ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്സിസിന്റെ സെന്റർ എവിടെയാണോ ആ സെന്റർ കൂടിയാണ് എൻ്റെ സെക്ഷണൽ ലൈന് പോണത്. തൽക്കാലം ഇതിൻ്റെ സെൻറ്റർ ഈ പോയിന്റ് ആണെന്ന് കരുതുക. എനിക്കറിയില്ല അതാണോ എന്നുള്ളത്. 35ൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ബൈസെക്ട് ചെയ്യുക. അതിലൂടെ സെക്ഷണൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP 35 degree to HP. HPക്ക് 35 degree ആണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് 35 degree ഒന്നെങ്കിൽ ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ 35 degree ഇങ്ങനെയും വരുത്താം, ഏത് ആംഗിളും വരുത്താം. അപ്പോൾ തൽക്കാലം ഞാൻ സെക്ഷണൽ ലൈന് 35 degree ഏതാണ്ട് ഇതുപോലെ കാണിക്കുകയാണ് വിചാരിച്ചു. ഇതാണ് എൻ്റെ സെക്ഷണൽ ലൈൻ. സെക്ഷണൽ ലൈനിൽ ലാസ്റ്റത്തത് ഒരു ബോക്സ് ഇങ്ങനെ ഡാർക്കൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് VPക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ സെക്ഷണൽ ലൈനിൻ്റെ താഴെ VT വെർട്ടിക്കൽ ട്രേസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ സെക്ഷൻ കാണാം. അപ്പോൾ ആ സെക്ഷൻ്റെ കാണാനുള്ള ഡയറക്ഷൻ ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ.
കൺഫ്യൂസ്ഡ് ആവണ്ട. ആരോ മാർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊന്നും വെച്ച് മെനക്കെടേണ്ട, നമ്മൾ ലൈൻ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ സെക്ഷൻ ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് അറിയോ, ഡ്രോ ദി ഡെവലപ്മെന്റ് ഓഫ് ദി ട്രങ്കേറ്റഡ് കോൺ. ട്രങ്കേറ്റഡ് കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ 2 ക്രാഷിൽ പറഞ്ഞു, ട്രങ്കേറ്റഡ് സിലിണ്ടർ അല്ലെങ്കിൽ ട്രങ്കേറ്റഡ് സോളിഡ്സ് പറഞ്ഞാൽ എന്താ, താഴെയുള്ള ബേസിന് പാരലൽ അല്ലാതെ കട്ട് ചെയ്താൽ, താഴെയുള്ള ബേസിന് പാരലൽ അല്ലാതെ കട്ട് ചെയ്താൽ, ഇവിടെ കണ്ടോ താഴെയുള്ള ബേസ് സർക്കിളാണ്, ഈ സർക്കിളിന് പാരലൽ ആയിട്ടല്ല ഇതിനെ കട്ട് ചെയ്യണം, ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ ബാക്കി റിമൈനിങ് ആവുന്ന സോളിഡിനെയാണ് നമ്മൾ ട്രങ്കേറ്റഡ് സോളിഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു, എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞു അപ്പോൾ ബാക്കി വരുന്ന റിമൈനിങ് ആയ സോളിഡിൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഡെവലപ്മെന്റ് വരയ്ക്കാന്നുള്ളത്. അപ്പോൾ ഇത് ഒരു സോളിഡിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കട്ട് ചെയ്ത സോളിഡ് ആയിക്കോട്ടെ കട്ട് ചെയ്യാത്ത സോളിഡ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, കട്ട് ചെയ്ത സോളിഡ് ആണെങ്കിലും കട്ട് ചെയ്യാത്ത സോളിഡ് ആണെങ്കിലും ആദ്യം ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ അതിന് യാതൊരുവിധ കട്ടിങ്ങും ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിൽ വേണം ഞാൻ എന്ത് ചെയ്യാൻ, ഡെവലപ്മെന്റ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിന് തൽക്കാലം ഒരു പേരിടാം. സേ ലെറ്റ് ദിസ് ബി O ആൻഡ് ദിസ് ഈസ് A. ക്യാപിറ്റൽസിലല്ല, സ്മോൾ ലെറ്ററിൽ കാണിക്കണേ. O, A', B'. അപ്പോൾ ഇവിടെ സെൻറ്റർ ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് എയും ഇത് ഒയും ഇത് ബിയും ആണ്. ക്ലിയർ? അപ്പോൾ OAB ഇങ്ങനെ 3 പോയിന്റ്സുകളെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ ഞാൻ സപ്പോസ് ഞാൻ OAയിലൂടെയാണ് കട്ട് ചെയ്യുന്നത് എഴുതിക്കോ. ഡെവലപ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പൺ അപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ആ OA എന്ന് പറയുന്ന ആ ജനറേറ്റർ കൂടെ ഞാൻ കത്രിക എടുത്തിട്ട് മുറിച്ച് ഞാൻ അതിനെ തുറക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ലൈൻ ഏതായിരിക്കും ഡെവലപ്മെന്റ് വരക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു OA എന്ന് പറഞ്ഞിട്ട് വരും. ദിസ് ഈസ് O ആൻഡ് ദിസ് ഈസ് A. ഇതിൻ്റെ മെഷർമെന്റ് എത്രയായിരിക്കും, ഇതിൻ്റെ നീളം എത്രയായിരിക്കും? ഈ നീളം തന്നെയാണ്. കാരണം എന്താ, ഇവിടെ OA എന്ന് പറയുന്ന ജനറേറ്റർ XY ലൈനിന് പാരലൽ ആണ്. അപ്പോൾ ഈ OA എന്ന് പറയുന്നത് അതിൻ്റെ ട്രൂ ലെങ്ത് തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല അല്ലേ. ഇതേ ട്രൂ ലെങ്ത് തന്നെയായിരിക്കും OBക്കും ഉണ്ടാവുക. കാരണം അതിൻ്റെ ടോപ്പ് വ്യൂം എന്ത് തന്നെയാണ്, XY ലൈനിന് പാരലൽ ആണ്. അപ്പോൾ ഈ XY ലൈനായിട്ട് പാരലൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ OAയും OBയും അതിൻ്റെ ട്രൂ ലെങ്ത്തിലാണ് കാണുക. അതേ ട്രൂ ലെങ്ത് എടുത്തിട്ട് ഞാൻ വരക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇതേപോലെ ഇവിടെ അടുത്തത് ഒരു ഈ OA എന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് OAക്ക് തന്നെയാണ് ഞാൻ എത്തേണ്ടത് അല്ലേ. പക്ഷെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ആംഗിൾ ഉണ്ട്, തീറ്റ. ആ തീറ്റ ആംഗിൾ ഞാൻ കണ്ടുപിടിക്കണം. അപ്പോൾ കോണിൻ്റെ കേസിൽ ആ ആംഗിൾ തീറ്റക്ക് ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ കാണാപാഠം പഠിക്കണം. 360 × R/L എന്നതാണ് ഇക്വേഷൻ. ഓക്കെ, 360 × R/L. 360 എന്ന് പറഞ്ഞാൽ 360 തന്നെ. R എന്ന് പറഞ്ഞാൽ ഏതാ, റേഡിയസ്. ഡയമീറ്റർ 50 ആണ്. അപ്പോൾ റേഡിയസ് എത്രയാണ് വരിക, 25 ആണ് വരിക. 50 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഞാനത് മില്ലിമീറ്റർ തന്നെ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ ഈ L ആണ് അറിയേണ്ടത്. L എന്ന് പറഞ്ഞാലേ ഒരിക്കലും ഈ ഹൈറ്റ് ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ലെങ്ത് എന്നുള്ള അർത്ഥത്തിലാണ്. 360 × R എന്ന് പറഞ്ഞാൽ റേഡിയസ്, ഈ റേഡിയസ് ഇൻറ്റു L ഡിവൈഡ് ബൈ L എന്ന് പറഞ്ഞാൽ ഈ സ്ലാൻഡ് ഹൈറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ സ്ലാൻഡ് ഹൈറ്റ്. ആ സ്ലാൻഡ് ഹൈറ്റ് എവിടുന്നാ കിട്ടുക? ആ സ്ലാൻഡ് ഹൈറ്റ് നിങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് ഫിഗർ വരച്ചിട്ടുണ്ടാവില്ലേ അളവിൽ, ആ അളവിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടുന്ന് അളന്ന് നോക്കണം. സ്കെയിൽ എടുത്തിട്ട് അളന്ന് നോക്കുക എത്രയാണ് കിട്ടുന്നത്. അപ്പോൾ ആ അളവ് എത്രയാണോ കിട്ടുന്നത് വെച്ചാൽ അത് ഡിവൈഡ് ബൈ ആ അളവ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻറ്റിലല്ല ചെയ്തത്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം, കുറച്ച് ട്രിഗ്നോമെട്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ അളവ് എത്രയാണെന്നുള്ളത് എനിക്കറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഹൈറ്റ് 70 ആണല്ലേ, 70² പ്ലസ് താഴെയുള്ളത് 25 √70² പ്ലസ് 25² പ്ലസ് 25ൻ്റെ സ്ക്വയർ ചെയ്താൽ 70² പ്ലസ്
25 സ്ക്വയർ. എനിക്ക് ട്രൂ ലെങ്ത് കിട്ടിയിട്ടുള്ളത് എറൗണ്ട്, ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഐ തിങ്ക് ഇറ്റ് ഈസ് അറൗണ്ട് 74. ഓക്കെ, നിങ്ങൾ വരച്ച് നോക്ക്. ഈ ഹൈറ്റ് 70യും ബേസ് ഇവിടെ താഴെ ഇത് നോക്കി, നമ്മൾ ട്രിഗ്നോമെട്രി യൂസ് ചെയ്താൽ ഇത് 70 ആണ് ആക്സിസ്. ഇത് എത്രയാ? ടോട്ടൽ 50 ആണെങ്കിൽ ഇത് എത്രയാ? 25. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ 70 സ്ക്വയർ പ്ലസ് 25 സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ ഈ ട്രൂ ലെങ്ത് എനിക്ക് കിട്ടിയത് 74 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിലല്ല ചെയ്യേണ്ടത് കേട്ടോ. എൻ്റെ അടുത്ത് ഡയഗ്രം അല്ല, നിങ്ങൾ ആ വരച്ചത് 74.33 എന്നൊക്കെയാണ് കിട്ടുന്നത്. നിങ്ങൾ 0.33 നമുക്ക് സ്കെയിലോട് അളക്കാൻ കഴിയില്ല. അപ്പോൾ 74 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണ് വരച്ചത്. 74 അല്ല, ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ആ ഫിഗറിൽ എവിടെയോ എന്തോ ഒരു ചെരിവ് എന്തോ തെറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അളക്കേണ്ടത് ഈ ഫിഗറിന്ന് ഇവിടുന്ന് അളക്കണം, എന്നിട്ട് നിങ്ങൾക്ക് 74 കിട്ടണം. ആ 74 ആണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 360 × 25 ഡിവൈഡഡ് ബൈ 74 ചെയ്യുമ്പോൾ എനിക്ക് ആംഗിൾ മെഷർമെൻറ്റ് കിട്ടുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 121.6 എന്നാണ്. അപ്രോക്സിമേറ്റ്ലി 122 ഡിഗ്രീസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തായി? എനിക്ക് ആ കോണിൻ്റെ ഡെവലപ്മെൻറ്റ് വരക്കണമെങ്കിലുള്ള ആംഗിൾ കിട്ടി, അത് 122 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് 122 ഡിഗ്രിയുടെ അവിടെ ഇങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യുക? ലൈന് വരക്കുക. ഞാൻ ഇത് മായ്ച്ചിട്ട് ഒന്നുകൂടെ വരക്കാം. അതായത് ഞാൻ താഴേക്ക് OA ഫസ്റ്റാണ് വരക്കാം. അത് 120 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കയറിയിട്ട് ഞാൻ OA എന്ന് പറയുന്ന മെഷർമെൻറ്റ് ആദ്യമേ കയറി വരക്കുക. ഫിക്സഡ് പോയിന്റ് O ഇവിടെ ഏരിയയോടെയാണ് ഞാൻ മുറിക്കുന്നത് അല്ലേ. പിന്നെ 120 ഡിഗ്രിയാണ് അല്ലേ, 122 ഡിഗ്രിയാണ്. അപ്പോൾ ഏതാണ്ട് ഇതാണ് 122. അതും OAയുടെ അതേ മെഷർമെൻറ്റ് തന്നെ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. ഇതും എന്താണ്? OA തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാ? ദിസ് ആംഗിൾ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 122 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ വരച്ചത്. ഇനി ഇത് കോണാണല്ലോ. കോണാവുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഇവിടുന്ന് ഇങ്ങനെ കർവായിട്ടാണ് എനിക്ക് വരിക അല്ലേ, കർവായിട്ടാണ് വരിക. ഇതാണ് ആ കോണിൻ്റെ ഡെവലപ്മെൻറ്റ്. കോണിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ വരച്ചു. പക്ഷേ കോണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, കോണിനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, കോണിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് കോണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ റിമൈനിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഭാഗമേ വരുന്നുള്ളൂ കോണിൻ്റെ. അപ്പോൾ ആ ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് വരക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ, കോണിൻ്റെ കേസിൽ ഇവിടെ സ്മൂത്ത് സർഫസ് ആണല്ലോ അല്ലേ. ഈ സർഫസ് പറഞ്ഞാൽ സ്മൂത്ത് സർഫസ് ആണ്, താഴെ സർക്കിളുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ആ സർക്കിളിനെ നമ്മൾ സോളിഡ്സിൽ ചെയ്ത പോലെ ഞാൻ ഇതിൽ ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആക്കണം. ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അത് ഡിവിഷൻ വേണമെങ്കിൽ എത്ര ഡിവിഷൻസ് ആക്കാം? ഈക്വൽ നമ്പർ ആക്കിയാൽ മതി. 6 ആക്കാം, 8 ആക്കാം, 12 ആക്കാം. പക്ഷെ ദ ബെസ്റ്റ് വൺ ഈസ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു 8 പാർട്സ്. അപ്പോൾ ഞാനിതിനെ 8 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ABC കൊടുത്തു. സോ AB കഴിഞ്ഞിട്ട് C, D, E, F, G ആൻഡ് H. അപ്പോൾ ഇതേ നെയിമിങ്സുകൾ ഇതിന് കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂവിൽ സിയും എച്ചും കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തും. ഡിയും ജിയും കൂടെ ഈ ആക്സിസിലാണ് കേട്ടോ വരിക. അത് കുറച്ച് ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇയും എഫും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ അവിടുത്തെ കട്ടിങ് പോയിന്റ്സുകൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. അവിടുത്തെ കട്ടിങ് പോയിന്റ്സ് വരുന്നത് ഒരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്, ഒരു പോയിന്റ് ഇത് സെൻറ്റർ, അതായത് ആക്സിസ് വരക്കുമ്പോൾ ഇങ്ങനെ സെൻറ്റർ ഇങ്ങോട്ട് തന്നെ ആയിട്ട് എത്തുക. പിന്നെ അടുത്ത പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഫസ്റ്റ് വരുന്ന പോയിന്റ് ഇത് C ഡാഷ് നോക്കിയാൽ മതി. C ഡാഷ് ബ്രാക്കറ്റിൽ H ഡാഷ്. ഈ പോയിന്റ് E ഡാഷ് ബ്രാക്കറ്റിൽ F ഡാഷ്. ഈ പോയിന്റ് D ഡാഷ് ബ്രാക്കറ്റിൽ G ഡാഷ്. ഓക്കെ, ഞാൻ വളരെ ചെറുതായിട്ടാണ് ചെയ്തിട്ടുള്ളത് സോ ദാറ്റ് നമുക്കത് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഈ പോയിന്റ്സുകൾ എന്താ? ഇപ്പോൾ ഈ കാണിക്കുന്ന എന്താ പറയുക, ഈ കാണിക്കുന്ന OH, OG, OF, OB, OA, OC, OD, OE എന്നൊക്കെ പറയണത് ദോസ് ആർ ദി എന്തായിരുന്നു ടേം? ദോസ് ആർ ദി
ജനറേറ്റേഴ്സ് ഓഫ് ദി കോൺ. അപ്പൊ ആ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും അങ്ങനെ ഒരു ജനറേറ്റർ ഇല്ല, അതൊരു ഇമാജിനറി ലൈനാണ്. പിന്നെ ഞാനത് വരക്കണം എന്തിനാ വെച്ചാൽ എനിക്ക് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ലൈനായിട്ട് അതിനെ കൺസിഡർ ചെയ്യുക. കാരണം എനിക്ക് ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കൺസ്ട്രക്ഷൻ ലൈന് കാണിക്കണം. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, ഒ ബി എല്ലാ ജനറേറ്റേഴ്സിനെയും കാണിച്ചു അല്ലേ. ഇനി ആ ജനറേറ്റേഴ്സ് ഇതേ ഞാൻ ഇവിടെ കാണിക്കണം. ഇവിടെ എങ്ങനെയാണ് ഞാൻ കാണിക്കുക? എനിക്കറിയാം എത്ര ജനറേറ്റേഴ്സ് ഉണ്ട്, 8 ജനറേറ്റേഴ്സ് ഉണ്ട് അല്ലേ. 1 2 3 4 5 6 7 8. ആ 8, അതായത് ഞാൻ ഈ 360 ഡിഗ്രീനെ 8 ഈക്വൽ ഡിവിഷൻസ് ആക്കി. അപ്പോൾ ഇവിടെ എത്ര ലൈൻ വരും? ഒ എ കഴിഞ്ഞാൽ ഒ ബി, ഒ സി, ഒ ഡി, ഒ ഇ, ഒ എഫ്, ഒ ജി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരണം. അപ്പോൾ ഇവിടെ ഈ 122 ഡിഗ്രീനെ ഞാൻ എന്ത് ചെയ്യണം, 122 ഡിഗ്രീനെ ഞാൻ 8 ഈക്വൽ ഡിവിഷൻസ് ആക്കണം അല്ലേ. അപ്പോൾ 122 എടുത്തിട്ട് അതിന് ഞാൻ 8 ഈക്വൽ ഡിവിഷൻസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഡിവിഷൻ്റെ ആംഗിൾ 15.25 എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ വെച്ചിട്ട് 15 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ അത് ഏതായിരിക്കും? എ കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ഏതാ? സി ആണ് വരുന്നത് അല്ലേ. പ്രൊട്രാക്ടർ വെച്ചിട്ട് 15 ഡിഗ്രി ലൈൻ വരച്ചാൽ ഇത് സി ആവും. പിന്നെ അടുത്ത ആ ലൈന് സിയുടെ പോയിന്റ് കൂടെ വരുന്ന ആ ലൈനിൽ പ്രൊട്രാക്ടർ കീപ്പ് ചെയ്ത് അടുത്ത 15 കീപ്പ് ചെയ്താൽ സി കഴിഞ്ഞാൽ ഏതാണ്? ഡി ആണ്. അടുത്തത് ഡി വരും. പിന്നെ ആ ഡിയുടെ ലൈനിൽ പ്രൊട്രാക്ടർ കീപ്പ് ചെയ്തിട്ട് 15 ഡിഗ്രി ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഡി കഴിഞ്ഞിട്ടുള്ള അടുത്ത നെയിമിങ് ഏതാണ്? ഇ ആണ്. ഇ വരും. അങ്ങനെ നെയിമിങ് ഇടുക. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് 15.25. നമുക്ക് 15 ഡിഗ്രി എടുക്കാം, 16 ഡിഗ്രി എടുക്കാം. ഇനി 15.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ 15 ഡിഗ്രിയുടെ ലൈനും 16 ഡിഗ്രിയുടെ ലൈനും സെന്റർ ഏതാണ്ട് നോക്കിയിട്ട് അങ്ങനെ എനിക്കൊരു ഊഹാടിസ്ഥാനത്തിൽ എനിക്ക് കാണിക്കാം. കൃത്യമായ 0.25 എനിക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരാൾ പ്രൊട്രാക്ടറിൽ ഇവിടെ 15 എടുത്തു, അടുത്തതും 15 എടുത്തു, അടുത്തതും 15 എടുത്തു. അപ്പോൾ ഇയാൾ മിസ് ചെയ്യണം എന്താ? ഫസ്റ്റിലൊരു 0.25 മിസ് ചെയ്യുന്നുണ്ട്, അടുത്തിലൊരു 0.25 മിസ് ചെയ്യുന്നുണ്ട്, അടുത്തിലൊരു 0.25 മിസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതും അയാൾ 15 അടുത്തതും 0.25 മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 കൂടെ ആകുമ്പോൾ 1 ഡിഗ്രിയുടെ എററായി. അപ്പോൾ നമ്മൾ 15 വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ലാസ്റ്റത്തെ പാർട്ട് ചിലപ്പോൾ ഒരു 17 ഡിഗ്രി ഒക്കെ വന്നിട്ടുണ്ടാവാം. 17 ഡിഗ്രി. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ പാർട്ടിൽ ചെറിയൊരു എററുകൾ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫസ്റ്റത്തെ നമ്മൾ 15 വരച്ചു, രണ്ടാമത്തെ നമ്മൾ 15 വരച്ചു, മൂന്നാമത്തെ നമ്മൾ 15 വരച്ചു. അപ്പോൾ നാലാമത്തെ 15 കൂടി ആകുമ്പോൾ 1 ഡിഗ്രിയുടെ എറർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നാലാമത്തേൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു 16 ഡിഗ്രി ആക്കിയിട്ട് വരക്കുക. അപ്പോൾ 15 16 പറഞ്ഞാൽ 1 ഡിഗ്രിയുടെ ചേഞ്ച് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ഇവിടുന്ന് വീണ്ടും 15 വീണ്ടും 15 വീണ്ടും 15. അപ്പോൾ അവസാനത്തിൽ ഒരു 16 വരച്ചാൽ ഏതാണ്ട് ഈക്വൽ ഡിവിഷൻസ് പോലെ തോന്നും. ഇതൊരു നാക്കിൽ വരയ്ക്കുക, ഒരു കഴിവാണത്. അങ്ങനെ പ്രോപ്പറായിട്ട് വരക്കുക. നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വരക്കുക എന്ന് പറഞ്ഞാൽ 0.25 പോസിബിൾ അല്ല. വെറും 15 കറക്റ്റ് അങ്ങനെ എടുത്ത് വരച്ച് പോയാലും അവിടെ ലാസ്റ്റ്ക്ക് എറർ വലിയ ബൾജായിട്ട് വരും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ എററുകളിനെ നമ്മൾ ഇല്ലാണ്ടാക്കിയിട്ട് പോകുന്നു എന്ന കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് കൂടുതൽ തല പുകച്ച് ആലോചിക്കൊന്നും വേണ്ട. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഞാൻ ഇതിന് ഞാൻ സെൻറ്ററിലായിരിക്കും ബി വരിക അല്ലേ. പിന്നെ ഇവിടെ എത്ര 1 2 3 4. അപ്പോൾ ഇവിടെ 2 ലൈൻസ് വരക്കാനുണ്ടാവും. എ കഴിഞ്ഞിട്ട് സി, സി കഴിഞ്ഞിട്ട് ഡി. അപ്പോൾ ഒന്നുകൂടി ഉണ്ട്. ഓക്കെ, അപ്പം എ കഴിഞ്ഞിട്ട് ഞാൻ സി ഇടുന്നു, സി കഴിഞ്ഞിട്ട് ഡി ഇടുന്നു, ഡി കഴിഞ്ഞിട്ട് ഇ ഇടുന്നു, ബി ആയി. ഇനി അടുത്ത സ്ഥലത്ത് ബി കഴിഞ്ഞിട്ട് എഫ് വരുന്നുണ്ട്, എഫ് കഴിഞ്ഞിട്ട് ജി വരുന്നുണ്ട്, ജി കഴിഞ്ഞിട്ട് എച്ച് വരുന്നുണ്ട്, എച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഒരു ഈക്വൽ സ്പേസിൽ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ബി കഴിഞ്ഞിട്ട് ഏതാണ്?
ബി കഴിഞ്ഞിട്ട് എഫ് ആണ്, എഫ് കഴിഞ്ഞിട്ട് ജി ആണ്, ജി കഴിഞ്ഞിട്ട് എച്ച് ആണ്, എച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എ ആണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ആ കോണിൻ്റെ ജനറേറ്റേഴ്സിനെ ഈക്വി ഡിസ്റ്റൻ്റ് ആക്കിയിട്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ കോണിൻ്റെ ജനറേറ്റേഴ്സ് കാണിച്ചു. ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെക്ഷൻ ചെയ്യണമല്ലോ. അപ്പോൾ സെക്ഷൻ ചെയ്യുന്ന ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ സെക്ഷൻ പോയിന്റ്സുകൾ എന്ത് ചെയ്യുക, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഫസ്റ്റ് ഒ എനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇതാണ് ഒ എനെ കട്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇത് ഒരു കട്ടിങ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ദാറ്റ് പോയിന്റ് V1. അടുത്തത് ജനറേറ്റർ ഏതാ? ഒ സി ആൻഡ് എച്ച്. ഇതാണ് കട്ടിങ് പോയിന്റ്. ഏതാണ് കട്ടിങ് പോയിന്റ്? ഇതാണ് കട്ടിങ് പോയിന്റ്. അവിടെ എത്ര കട്ടിങ് പോയിന്റ് ഉണ്ട്? 2 കട്ടിങ് പോയിന്റ് ഉണ്ട്. സിനെയും എച്ചിനെയും കട്ട് ചെയ്യുന്നുണ്ട്. സോ 2 3 ഇൻസൈഡ് ദി ബ്രാക്കറ്റ്. പിന്നെ അടുത്തതോ, ഈ വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരുന്നതിന് ഇവിടെ 2 കട്ടിങ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്ന പേര്? 4 5 അടുത്ത കട്ടിങ് പോയിന്റ് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇയും എഫിനെയും കട്ട് ചെയ്യുന്നുണ്ട്. 2 കട്ടിങ് പോയിന്റ്സ് ഉണ്ട്. സോ ഈ കട്ടിങ് പോയിന്റിനെ 6 7 എന്നിടാം. ലാസ്റ്റ് ഇവിടെ ഒ ബിനെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് 8 അപ്പോൾ കട്ടിങ് പോയിന്റ്സ് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ആ കട്ടിങ് പോയിന്റ്സ് കട്ട് ചെയ്യണത് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഡെവലപ്മെന്റ്സിൽ കാണിക്കണം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണേ. കോഡിൻ്റെ കേസിൽ ഡെവലപ്മെന്റ് ചെയ്യണത് കട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. എനിക്ക് ഒ എയും ഒ ബിയും ട്രൂ ലെങ്ത് ആണ് ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത്. കാരണം എന്താ? ഒ എയും ഒ ബിയും പാരലൽ ടു XY ലൈൻ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് അവിടെ കിട്ടുന്നത്, അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത് അതിൻ്റെ ട്രൂ ഷേപ്പാണ്. അപ്പോൾ നോക്കേണ്ടത് വെച്ചാൽ 1 പോയിന്റ് ഇവിടെ അല്ലേ? അപ്പോൾ ഇവിടെയാണ് അപ്പെക്സ് ഒ. അപ്പോൾ ഒയിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കോമ്പസിൽ അളക്കുക. ഓക്കെ, കോമ്പസിൽ അളക്കുക. എന്നിട്ട് ആ അളവ് പ്രകാരം ഒയിൽ നിന്ന് ഒ എ എന്ന് പറഞ്ഞ സ്ലാൻഡേർഡ് ജനറേറ്റർ ഇതാണ്. അപ്പോൾ ഒയിൽ നിന്ന് ആ 1ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒ എയിൽ കോമ്പസിൽ എടുത്തിട്ട് ഒ എയിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെയും ഒ എ ഉണ്ട്. ആ ഒ എയിൽ, അതായത് ഒരേ ആർക്ക് ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇവിടെയും കട്ടിംഗ് പോയിന്റ് കിട്ടും, ഇവിടെയും കട്ടിംഗ് പോയിന്റ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എനിക്കൊരു കട്ടിംഗ് പോയിന്റ് കിട്ടി, ഇവിടെയും കട്ടിംഗ് പോയിന്റ് കിട്ടി. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് 1. ക്ലിയർ? അടുത്തത് 8 എന്ന് പറയുന്ന കട്ടിംഗ് പോയിന്റാണ്. 8 എന്ന് പറയുന്ന കട്ടിംഗ് പോയിന്റ് ഒ ബി ഒറിജിനൽ ട്രൂ ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ അതിൽ 8 എന്ന് പറയുമ്പോൾ ഒയിൽ നിന്ന് 8ലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് കോമ്പസിൽ അളക്കുക. എന്നിട്ട് ഒയിൽ നിന്ന് ആ 8ലേക്കുള്ള ഡിസ്റ്റൻസ് ഒ ബി പറയുന്ന ജനറേറ്ററിലാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യുക, 8ന്റെ പോയിന്റ് എടുത്തിട്ട് ഞാൻ ആർക്ക് വരക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 8 എന്ന് കിട്ടിയെങ്കിൽ ഞാൻ 8 എന്ന് പറഞ്ഞിട്ട് അത് മാർക്ക് ചെയ്യും. ഇനി ബാക്കിയുള്ള പോയിന്റ്സുകൾ ഏതാ? 2 3 4 5 6 7 ഇതൊക്കെ ഉള്ളത് ട്രൂ ഷേപ്പിലല്ല. ട്രൂ സ്ലാൻഡേർഡ്സിലോ ട്രൂ ജനറേറ്റേഴ്സിലോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒയിൽ നിന്ന് ഇപ്പോൾ 6 7ന്റെ പോയിന്റ് കാണെങ്കിൽ ഒയിൽ നിന്ന് എനിക്ക് ഈ ഡിസ്റ്റൻസ് നേരെ എടുത്താൽ എൻ്റെ ആൻസർ ശരിയാവില്ല. കാരണം ഈ ഡിസ്റ്റൻസ് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് അല്ല. ഞാൻ ഇവിടെ ഫുള്ള് വരച്ചിട്ടുള്ളത് കോണിൻ്റെ ഈ ഷേപ്പ് ഒ എ വരച്ചിട്ടുള്ളതൊക്കെ ട്രൂ ലെങ്ത്തിലാണ്. അപ്പോൾ ഒ എ ആയിക്കോട്ടെ, ഒ ബി ഒ സി ഒ ഡി ഒ ഇ ഏതെടുത്താലും ഇതൊക്കെ ആ ജനറേറ്റേഴ്സിൻ്റെ ട്രൂ ലെങ്ത്തുകളാണ്. അപ്പോൾ ഞാൻ ഈ പോയിന്റ്സുകൾ ട്രൂ ലെങ്ത്തിലേക്ക് മാറ്റണം, എന്നിട്ട് വേണം ആ പോയിന്റ്സ് കാണാൻ. അത് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നോക്കിയേ, എൻ്റെ 2 3യുടെ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇതിന് ഞാൻ ട്രൂ ലെങ്ത്തിലേക്ക് മാറ്റണം. ഏതാ ട്രൂ ലെങ്ത്? ഇതൊരു ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പാരലൽ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് ഈ പോയിന്റ് ഇവിടെ കിട്ടും അല്ലേ? എനിക്ക് ആ 2 3ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പോയിന്റ് 2 3 നേരെ കൊണ്ടുവന്നത് എനിക്ക് ഇവിടെ കിട്ടും. ആ 2 3. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ട്രൂ ലെങ്ത്തിലാണല്ലോ അപ്പോൾ 2 3 കിട്ടിയത്. അപ്പോൾ ഒ വരുന്ന ഈ പോയിന്റിൽ നിന്ന് 2ലേക്കും 3ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്രയും നോക്കുക. 2 എന്ന് പറയുന്ന പോയിന്റ് സിയിലാണുള്ളത്. 2 എന്ന് പറയുന്ന പോയിന്റ് സിയിലാണുള്ളത്. 3 എന്ന് പറയുന്ന പോയിന്റ് എച്ചിലാണുള്ളത്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അളന്നിട്ട് ആ ഡിസ്റ്റൻസ് ഒയിൽ നിന്ന് കീപ്പ് ചെയ്തിട്ട് 2 എന്ന് പറയുന്ന പോയിന്റ് സിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് ഞാൻ 2 മാർക്ക് ചെയ്ത്, ഇതാണ് സി. പിന്നെ അടുത്തത് എച്ചിലാണ് 3. എച്ച് ഏതാ? ഇതാണ്, അതിലാണ് 3. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ആർക്ക് ഇങ്ങനെ വരച്ചാൽ ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 2ഉം കിട്ടും, ഇവിടെ 3യും കിട്ടും. ഇത് 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പോൾ ഞാൻ നേരെ കയറിയിട്ട് ഞാൻ കൂടുതൽ ഇനി വിശദീകരിക്കുന്നില്ല. ദിസ് ഈസ് 2 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3. എങ്ങനെ, എവിടുന്ന 2ഉം 3 എടുത്തത്?
ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ എടുത്തത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ 2ഉം 3ഉം എടുത്തത്, അത് മാറരുത്. ക്ലിയർ? ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ 2ഉം 3ഉം എടുത്തത്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, 6ഉം 7ഉം എടുക്കണം. 6ഉം 7ഉം എന്ത് ചെയ്യുക, ട്രൂ ലെങ്ത്തിലേക്ക് എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക. ട്രൂ ലെങ്ത് ഇവിടെയാണ് 6ഉം 7ഉം, ഇത് 6ഉം 7ഉം ആയി. അപ്പോൾ 6ഉം 7ൻ്റെയും ഡിസ്റ്റൻസ് ഇത് ഇങ്ങനെ എടുക്കണം, 6നും 7നും. ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ, 6ഉം 7ഉം അളക്കാൻ. 6ഉം 7ഉം ഇല്ല, ഇയും എഫിലുമാണ് 6ഉം 7ഉം. അപ്പോൾ ഇയും എഫിലുമാണ് 6ഉം 7ഉം എങ്കിൽ ഇവിടെയും ഇവിടെയാണ് വരിക. 6 എയിലാണ് വരുന്നത്, 6 വരുന്നത് ഇയിലാണ്, 6ഉം 7ഉം ഇവിടെ വരും. അപ്പോൾ ഇടയിലൊരു ഇതേ പ്രൊസീജിയർ തന്നെ 4ഉം 5ഉം വരാനുണ്ട്. അപ്പോൾ മേ ബി 4 ഇവിടെയും 5 ഇവിടെ ആയിരിക്കും. 1 2 2 3, ഇവിടെ 4ഉം ഇവിടെ 5ഉം. അപ്പോൾ 6ഉം 7ഉം 8ഉം എല്ലാ പോയിന്റ്സും എനിക്ക് കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ കോണിന്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ളത് അതിന്റെ ട്രൂ ലെങ്ത്തിലേക്ക് ഞാൻ കട്ടിംഗ് പോയിന്റ്സിനെ മാറ്റണം. കാരണം ഞാൻ ഡെവലപ്മെന്റ് വരക്കുന്നത് ട്രൂ ലെങ്ത്തിലാണ്, ട്രൂ ഷേപ്പിലാണ്. അപ്പോൾ ആ ട്രൂ ലെങ്ത്തിൽ ആ പോയിന്റ്സ് കിട്ടിയിട്ട് വേണം ഞാനത് ട്രൂ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ, ഡെവലപ്മെന്റ്സിലേക്ക് കൊണ്ടുവരാൻ. പിന്നെ കോണിന്റെ കേസിൽ അത് അതിന്റെ സർഫസ് സ്മൂത്ത് സർഫസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ കട്ട് ചെയ്തൊക്കെ കളയുമ്പോഴും ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോഴും പിരമിഡോ പ്രിസൊക്കെ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയി യൂസ് ചെയ്യുക. കോണോ സിലിണ്ടറോ ആണെങ്കിൽ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യാണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വരക്കണം. എന്നാലേ അതിന് ആൻസർ കറക്റ്റ് ആവും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്യാം, 1 2 3 4 5 6 7 8 എന്ന് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് വരക്കുകയാണ്. എനിക്കറിയില്ല അത് കറക്റ്റ് ആവും. ഇങ്ങനെ സ്മൂത്തായിട്ട് ഒറ്റ വരയിൽ എന്ത് ചെയ്യണം, നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. ഞാനത് ടൂളായി പോയിട്ടോ, എൻ്റെ അത് ടൂൾ കൂടെ അല്ല ആക്ച്വലി ഇത് വരക്കേണ്ടത്. ഇത് മായ്ച്ചാലിത് ആകെ വൃത്തികേടായി പോകും. ഓക്കെ, ഞാൻ വേറൊരു കളർ എടുത്തിട്ട് ചെയ്യാം. എനിക്കിവിടെ ഇതിൽ പല കളർ എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ പരീക്ഷിക്കാം. നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കഴിയൂല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് 1 3 3 5 5 7 7 8 6 2 6 4 4 2 ഇങ്ങനെ കൈ എടുക്കാതെ ഒറ്റ വരയിൽ വരക്കണേ, ഓവർ ആക്കിയിട്ട് വരക്കരുത്. അപ്പോൾ ഇത്രയുമാണ് കട്ട് ചെയ്ത് പോകുന്നത്. ബാക്കി റിമൈനിങ് വരുന്നതിന് എന്ത് ചെയ്യുക, നമ്മൾ ഡാർക്ക് ആക്കിയിട്ട് കീപ്പ് ചെയ്യുക. ഇത് റിമൈനിങ് ആണ്. പിന്നെ എക്സ്ട്രീമിൽ ഇതും റിമൈനിങ് ആണ്. പിന്നെ റിമൈനിങ് ആയിട്ട് വരിക അത് ഈ കാണുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ബാക്കി റിമൈനിങ് ആയിട്ട് സോളിഡ് വരികതാ ഈ ഭാഗം ഇങ്ങനെ വരും, പിന്നെ ഇത് ഇങ്ങനെ വരും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരും, പിന്നെ ഈ ആർക്ക്, ഇതാണ് റിമൈനിങ്. ഓക്കെ, ഇത് ഡാർക്ക് ആക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക. ഈ ജനറേറ്റേഴ്സ് ഇമാജിനറി ലൈൻസുകളാണ്. ഇങ്ങനെ ഒരു ജനറേറ്റർ നമുക്ക് അവിടെ കാണൂല. അപ്പോൾ ജനറേറ്റേഴ്സ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണ്ട, ഡാർക്ക് ചെയ്യണ്ട. ജനറേറ്റേഴ്സ് ഞാൻ വരച്ചത് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻസ് വരക്കുന്ന പോലെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഔട്ടർ വരുന്ന ഭാഗം, കോണിൻ്റെ ഈ ഔട്ടർ വരുന്ന ഭാഗം ഒന്ന് ഡാർക്ക് ആക്കി കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി റിമൈനിങ് പോർഷൻ ഏതാണോ അതാണ് ട്രങ്കേറ്റഡ് ആയിട്ടുള്ള കോണിൻ്റെ ഡെവലപ്മെൻറ്റ് വരക്കാനാണ് പറഞ്ഞത്. ഞാൻ ട്രങ്കേറ്റഡ് ആയ കോണിൻ്റെ ഡെവലപ്മെൻറ്റ് വരച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഒരു കോണിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചു, സോളിഡിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു, സോളിഡിൽ സെക്ഷന് കാണിച്ചു, സെക്ഷൻ പോയിന്റ്സുകൾ കാണിച്ചു, എന്നിട്ട് ഞാൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് വരച്ചു, എന്നിട്ട് റിമൈനിങ് ആയ സോളിഡിൻ്റെ ഡെവലപ്മെൻറ്റ് വരക്കാനാണ് പറഞ്ഞത്, അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വരക്കണ നേരത്ത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സോളിഡാണ് ഒന്ന് ഡാർക്കായിട്ട് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ മുകളിലത്തത് വളരെ ലൈറ്റായി വരച്ചാൽ പ്രശ്നമൊന്നുമില്ല. താഴെയുള്ള സോളിഡ് ഒന്ന് എടുത്ത് കാണിക്കുന്ന രൂപത്തിൽ കുറച്ച് കട്ടിയിൽ ഉണ്ടാവണം. ഇനി നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കിയേ. ഈ കോണിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങനെയാണോ വരിക? ശരിക്കും വരിക. സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷനിങ് ഭാഗം ഇവിടെ കാണണ്ടേ? കാണണം. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് വെച്ചാൽ, ഇപ്പോൾ ഈ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എക്സാമിന് ആകെ അവർ പറഞ്ഞത് ഡ്രോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ട്രങ്കേറ്റഡ് കോൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചോദ്യപ്രകാരം ഈ ആൻസർ ഓക്കെയാണ്. പക്ഷേ എക്സാമിന് എന്ത് സംഭവിച്ചു വെച്ചാൽ, സ്കീം വന്നപ്പോൾ
ഈ ടോപ്പ് വ്യൂവിന് അവർ പറഞ്ഞത് സെക്ഷൻ ചെയ്ത ടോപ്പ് വ്യൂക്ക് മാർക്ക് എന്ന് പറഞ്ഞിട്ട് എത്രയോ 3 മാർക്കോ 4 മാർക്കോ എന്തോ നൽകിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാർക്ക് എത്രയും ഓർമ്മയില്ല. സെക്ഷൻ ചെയ്ത ടോപ്പ് വ്യൂക്ക് എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ ടോപ്പ് വ്യൂവിൽ ഒന്നും തൊട്ടിട്ടേ ഇല്ല. ശരിക്കും ആ ടോപ്പ് വ്യൂ തൊടേണ്ട ആവശ്യമില്ല. പക്ഷേ എക്സാമിന്റെ നമുക്ക് കീ വന്നപ്പോൾ, പേപ്പർ നോക്കേണ്ട ആൾക്കാർ കീ വന്നപ്പോൾ സെക്ഷൻ ചെയ്ത ടോപ്പ് വ്യൂക്കാണ് മാർക്ക് വരുന്നത്. 4 മാർക്കാണോ 3 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ഇനി 2 ആണോ എന്ന് ഓർമ്മയില്ല. ഏതായാലും ഒരു മാർക്ക് വന്നു. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറേ സ്റ്റുഡൻസ് ഇതിൻ്റെ സെക്ഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെക്ഷനും കൂടെ നിങ്ങൾ ചെയ്തു വെക്കുക. സെക്ഷൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് ചെയ്താൽ മതി, 1 എന്ന് പറയുന്ന കട്ടിങ് പോയിന്റ് OAയിലാണുള്ളത്. അപ്പോൾ OAയുടെ ലൈൻ ഇതല്ലേ. അപ്പോൾ ഇതിന് നേരെ ലൈൻ വന്നാൽ ഇവിടെ എവിടെയോ 1 കിട്ടും. അപ്പോൾ ഇതാണ് കട്ടിങ് പോയിന്റ് 1 എന്നുള്ള അർത്ഥത്തിൽ. ഇതാണ് ഇവിടെ എവിടെയാണ് കട്ടിങ് പോയിന്റ് 1 എന്ന് വേണമെങ്കിൽ കാണിക്കാം. അടുത്തത് 2ഉം 3ഉം ആണ്. 2ഉം 3 നേരെ കൊണ്ടുവന്നാൽ ഇങ്ങനെ കിട്ടും. 2 എവിടെയാണ് കട്ട് ചെയ്യണത്, സിനെയും 3 എവിടെയാണ് കട്ട് ചെയ്യണത്, എച്ചിനെയാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് 2ഉം കിട്ടും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് 3ഉം കിട്ടും. അടുത്തത് 6ഉം 7ഉം. 6ഉം 7ഉം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 6 കട്ട് ചെയ്യണത് ഇയിലും 7 കട്ട് ചെയ്യണത് എഫിലുമാണ്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു 7 ഉണ്ട്, ഇവിടെ എവിടെയോ ഒരു 6 ഉണ്ട്. ലാസ്റ്റ് 8 കട്ട് ചെയ്യണത് OBയിൽ എവിടെയാണ്. സോ ഇവിടെ എവിടെയെങ്കിലും 8 ആണ്. ഇനി അടുത്ത കട്ടിങ്ങിൻ്റെ പ്രശ്നം ഇവിടുത്തെ 4, 5 ആണ് പ്രശ്നം. 4, 5 ഇങ്ങനെ നേരെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കണ്ടീഷൻ പറഞ്ഞിരുന്നു. 4, 5 ആണ് കട്ടിങ് പോയിന്റ് കിട്ടുന്നതെങ്കിൽ അതിന് നേരെ ഇങ്ങോട്ടേക്ക് 6, 7 ഇതാട്ടോ. 6, 7 ഞാനിവിടെ പറഞ്ഞപ്പോൾ 6, 7 ഇതായിപ്പോയി. ഇതാണ് 4, 5 ആണിത് അല്ലേ. 4, 5 ഞാൻ ട്രൂ ലെങ്ത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ ട്രൂ ലെങ്ത് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടും, 4, 5 കിട്ടും. എന്നിട്ട് അതിന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് മുകൾക്ക് റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ പ്രോബ്ലം നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ 4ഉം 5ഉം കിട്ടും. 4 ഈസ് ഇൻ D, ഇവിടെ 4, ഇവിടെ 5. ക്ലിയർ അല്ലേ. എന്നിട്ട് ആ കട്ടിങ് പോയിന്റ്സ് കൂടെ എന്ത് ചെയ്യുക, ഞാനൊരു സ്മൂത്തായ കർവ് ഇങ്ങനെ വരച്ചിട്ട് ഞാൻ അതിൻ്റെ ഹാച്ചിങ് ലൈൻസും കൂടെ ഇങ്ങനെ കാണിക്കാം. ഇത്രയേ ഉള്ളൂ സെക്ഷനിങ് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ആ സെക്ഷനിങ് അതിൽ ചെയ്യേണ്ടി വരും. കാരണം ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ കീ വന്നപ്പോൾ അത് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ്റെ ടോപ്പിയും കൂടെ എന്ത് ചെയ്യുക, കാണിക്കുക. ഇത് ഞാൻ വരച്ച പോലെയല്ല, നിങ്ങൾ പെൻസിലായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇറഗുലർ ആയിട്ട് ഇങ്ങനെ പോരുത്, സ്മൂത്തായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പോകണം കേട്ടോ. അത് നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സോ ബൈ ഹിയർ വി ആർ stopping up with the crash of module number 3. Thank you guys.